സൂമിൽ മീറ്റിംഗ് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത് നോക്കാം. സൂം ആപ്പ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഗൂഗിളിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇനി ആപ്പില്ലാതെ നമുക്ക് ഡയറക്റ്റ് ഗൂഗിളിൽ പോയിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. എങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ സൂം വർക്ക് പ്ലേസ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മെയിൽ ഐ ഡിയൊക്കെ വെച്ചിട്ട് വേണം അത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മെയിൽ ഐ ഡി വെച്ചിട്ട് വേണം അത് ലോഗിൻ ചെയ്യാൻ, അതിൻ്റെ പാസ്വേഡെല്ലാം കൊടുത്തിട്ട്. അപ്പോൾ ഇവിടെ ഞാനത് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം ഈ അക്കൗണ്ട് തന്നെയാണെന്നുള്ളത്. കാരണം നമ്മളിവിടെ തരുന്ന അക്കൗണ്ട് ആണെങ്കിൽ അതിനകത്ത് അത് പ്രീമിയം ആയിരിക്കും, അതായത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ആയിരിക്കും. റെക്കോർഡ് അങ്ങനെ മാത്രമേ നമുക്ക് ക്ലൗഡിൽ ലഭിക്കുകയുള്ളൂ. ഓക്കെ, എനിവേ നമ്മളിപ്പോൾ ഷെഡ്യൂൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ന്യൂ മീറ്റിംഗ് ഉണ്ടാവും, ജോയിൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്കെഡ്യൂളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സ്കെഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഏത് സമയത്തേക്കാണോ മീറ്റിംഗ് വേണ്ടത് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു 6:30 ചെയ്യുകയാണ്. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ആ ടോപ്പിക്ക് ആദ്യം കൊടുക്കുന്നു. യെസ്, ഇംഗ്ലീഷിൽ നിന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ടൈം സെലക്ട് ചെയ്യുന്നു, 6:30 to 7. ഓക്കെ, ഡേറ്റൊക്കെ നോക്കുക. പിന്നെ നമ്മൾ തൊട്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഈ വെയിറ്റിംഗ് റൂം ഓണാക്കിയിടരുത്, എപ്പോഴും ഓഫാക്കിയിടണം. കാരണം അത് വരുന്ന ആളുകൾക്ക് നമ്മൾ അലോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എൻ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ബുദ്ധിമുട്ടാവും, നമ്മുടെ ക്ലാസ്സിന് തടസ്സം വരും. അപ്പോൾ ജസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വേണം, അതിൻ്റെ പാസ്കോഡ് ജസ്റ്റ് അവിടെ ഓണാക്കി വെച്ചാൽ മതി. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, താഴേക്ക് വന്നിട്ട് നമുക്ക് റെക്കോർഡിംഗ് ഓണാക്കാൻ വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 എണ്ണം കാണാം. അലോ പാർട്ടിസിപ്പൻസ് ജോയിൻ എനി ടൈം, മ്യൂട്ട് പാർട്ടിസിപ്പൻസ് അപ്പോൺ ഏർലി, ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് മീറ്റിംഗ്. ഇത് 3 ചെയ്യാം. നമുക്ക് റെക്കോർഡ് ക്ലൗഡിലാണ് വേണ്ടത്. അതുകൊണ്ട് ഇൻ ദ ക്ലൗഡ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഇത് സ്കെഡ്യൂളായി. ഓക്കെ, സ്കെഡ്യൂൾ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ലിങ്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഷെയർ ലിങ്ക് എടുക്കുന്നു, കോപ്പി ഇൻവിറ്റേഷൻ എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ടെലഗ്രാമോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഞാനിപ്പോൾ തൽക്കാലം ടെലഗ്രാമാണ് ഇവിടെ ഓണാക്കി വെച്ചിട്ടുള്ളത്. വാട്സപ്പോ ടെലഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണാക്കി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മളിതിടുക. ഞാനിവിടെ ജസ്റ്റ് ലിങ്ക് ഷെയർ ചെയ്യണം. ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ ഇത്രയും സംഗതികൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആദ്യത്തെ നോക്കൂ, ജോയിൻ സൂം മീറ്റിംഗ് എന്ന് പറയുന്ന ഈ ലിങ്ക് മാത്രം മതി. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഈ ബാക്കിയുള്ളതെല്ലാം കളയാം. ഇതെടുത്തിട്ട് നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് ഒന്നും ആവശ്യമില്ലാതെയാണ്. ജസ്റ്റ് ലിങ്ക് മാത്രം ഷെയർ ചെയ്താൽ മതി. ആ ലിങ്ക് നമ്മൾ എടുത്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ക്ലാസ് ടൈം മറ്റ് മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുന്ന രീതി. ഇനി നമ്മൾ നമ്മൾ ടൈം ആവുന്ന സമയത്ത് ക്ലാസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഷെയർ ചെയ്യുന്നത് ഇനി കുറച്ച് പേർക്ക് ഡൗട്ടുള്ളതാണ്. നമ്മൾ സൂം ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. നമ്മുടെ ക്ലാസ്സിൻ്റെ ഇവിടെ ടൈം കാണിക്കുന്നുണ്ടാവും. സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റാർട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ക്യാമറ ഓഡിയോ ഒക്കെ വേണമെങ്കിൽ ഓണാക്കാം, അല്ലെങ്കിൽ ഓഫാക്കി വെക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നു. യെസ്, ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ ഒരു മെസ്സേജ് കണ്ടു, റെക്കോർഡിംഗ് ഇൻ പ്രോഗ്രസ്. അത് നമ്മൾ ക്ലാസ് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ സാധിക്കും. നമുക്ക് റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ സ്കെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് റെക്കോർഡിംഗ് ഓൺ കൊടുത്താൽ പിന്നീട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ കാണാം, കണ്ടോ, ക്ലാസ് നടക്കുമ്പോൾ റെക്കോർഡിംഗ് എന്ന് കാണാം. പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്കെഡ്യൂൾ ചെയ്യുമ്പോൾ റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലൈഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. ആദ്യം നമ്മൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമുക്ക് ചെയ്യാനുള്ള സ്ലൈഡ് എടുത്തു വയ്ക്കാം. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യാം, ഫുൾ സ്ക്രീനിലാക്കി വയ്ക്കാം. ഫുൾ സ്ക്രീനിലാക്കി വെച്ചതിന് ശേഷം നമ്മളത് സ്ക്രീൻ ചെയ്ത് ഓണാക്കുന്ന സമയത്ത് ഇവിടെ കാണാം, നമ്മുടെ ഈ പറയുന്ന സൂമി സൈഡിൽ കാണാം. അത് ഫുൾ സ്ക്രീനാക്കാം. എന്നിട്ട് ഇവിടെ ഷെയറിൽ പോകുന്നു. ഷെയറിൽ പോയിട്ട് നമുക്കിവിടെ മുകളിൽ സ്ക്രീൻ ഉണ്ടാവും, ഡോക്യുമെൻ്റ് ഉണ്ടാവും, അഡ്വാൻസ് ഉണ്ടാവും. അതിൽ ഈ സ്ക്രീൻ തന്നെ മതി. സ്ക്രീനിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതവിടെ നമുക്ക് ഇതിൻ്റെ എല്ലാ ഓപ്ഷനും കാണാം. അതിനകത്ത് നമ്മൾ ഫുള്ളായിട്ടിരിക്കുന്ന സാധനം ക്ലിക്ക് ചെയ്യാം. ഫുൾ സ്ക്രീൻ നമ്മളവിടെ ഫുൾ സ്ക്രീൻ ആക്കിയതാണല്ലോ. പിന്നെ ഇവിടെ ഷെയർ സൗണ്ട് ഓണാക്കി വെക്കുക. എന്തിനാ, നമ്മൾ ചിലപ്പോൾ വീഡിയോസൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശബ്ദം ആൾക്കാർക്ക് കേൾക്കണമെങ്കിൽ ഷെയർ സൗണ്ട് ഓണാക്കി വെക്കുക.
എന്നിട്ട് നമ്മൾ ഷെയർ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കണ്ടോ, ഇത് എൻ്റെ PPT. മുകളിൽ ഭാഗത്ത് നമുക്ക് ഈ ഒരു ബാർ കാണാം. ഇത് വേണമെങ്കിൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ നീക്കി വയ്ക്കാം. ഓക്കെ, നമുക്ക് എവിടെ വേണമെങ്കിലും അത് കൊണ്ട് നീക്കി വെക്കാം. അത് ചിലപ്പോൾ ഇങ്ങനെ ഡിസേബിളായിട്ട് കാണാം, പക്ഷേ നമ്മളതിൻ്റെ മുകളിൽ ഇങ്ങനെ മൗസ് കൊണ്ട് വയ്ക്കുമ്പോൾ അതങ്ങ് തെളിഞ്ഞ് വരുന്ന കാണാം. നമുക്ക് നമ്മുടെ ഫേസ് വേണമെങ്കിൽ ഓണാക്കാം. ഓണാക്കിയിട്ട് വേണം നമ്മളിപ്പോൾ ക്ലാസ് ചെയ്യാൻ. ഇനി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മറ്റാളുകളെ കാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുത്താൽ മതി. ഇത് ഇവിടെ ഇങ്ങനെ ക്ലിക്കുമ്പോൾ താഴേക്ക് വരും. അപ്പോൾ ഇതും വേണമെങ്കിൽ നമുക്കിങ്ങനെ അനക്കാം. നമുക്ക് ക്ലാസ് ഇങ്ങനെ എടുത്ത് പോവാം. ഓക്കെ, ഇപ്പോൾ ഈ സംഗതി ഉണ്ടോ, ഇത് എല്ലാവരും ക്ലാസ്സും സ്ലൈഡൊക്കെ കാണുന്നുണ്ടാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഷെയറിങ്. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് സൂം. ക്ലാസ് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ഷെയറിങ് കൊടുക്കുന്നു. സ്റ്റോപ്പ് ഷെയറിങ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എൻഡ് കൊടുക്കുന്നു. എൻഡ് മീറ്റിംഗ്. എൻഡ് ചെയ്തതിന് വെച്ചാൽ ഒരു മിനിറ്റ് 2 മിനിറ്റ് ഇങ്ങനെ തൽക്കാലം കമ്പ്യൂട്ടർ സിസ്റ്റം ഓഫ് ചെയ്യാതെ വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ റെക്കോർഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒന്ന് നടക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം എടുക്കുമെങ്കിലും പെട്ടെന്ന് ക്ലോസ് ചെയ്യാതെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്താൽ മതി. കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യാതെ 2 മിനിറ്റ് കമ്പ്യൂട്ടർ 2 പറ്റുമെങ്കിൽ 5 മിനിറ്റ് വെച്ചോ. കാരണം റെക്കോർഡിങ്ങിന് ഇപ്പോൾ റെക്കോർഡിങ് നടക്കുന്നുണ്ട് നമ്മുടെ സിസ്റ്റം ഓണായി കിടക്കുന്ന സമയത്ത്. നമുക്കിതൊക്കെ ക്ലോസ് ചെയ്താലും കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യാതിരിക്കുക കുറച്ച് നേരത്തേക്ക്, ഒരു 5 മിനിറ്റ് നേരത്തേക്കാണെങ്കിൽ നല്ലത്. കാരണം നമ്മുടെ ആ വീഡിയോ പ്രോസസ്സ് ചെയ്തിട്ട് ക്ലൗഡിലേക്ക് റെക്കോർഡാകുന്നവർ നമ്മുടെ സിസ്റ്റം ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതാണ്. അത് എത്രമാത്രം ടെക്നിക്കലി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കമ്പ്യൂട്ടർ എന്ത് ചെയ്യാറുള്ളൂ, ക്ലാസ് കഴിഞ്ഞിട്ട് ഷട്ട് ഡൗൺ ചെയ്യാറുള്ളൂ. ഓക്കെ.